മാനവിക സ്നേഹത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച്, ദേശസ്നേഹത്തെക്കുറിച്ച് എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമുദായമായിട്ടുള്ള ഹൈന്ദവ സമുദായം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സമുദായമായിട്ടുള്ള മുസ്ലിങ്ങളുടെയും അവരെപ്പോലെ അരികുവൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെയും അവകാശ സമരത്തിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 77 കൊല്ലമായി മുസ്ലിം ലീഗ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതിൻ്റെ സ്ഥാപിത കാലത്തുണ്ടായിരുന്ന ആശങ്കകളെല്ലാം അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രാമാണികത, മുസ്ലിം ലീഗിൻ്റെ ആധികാരികത അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തെ വർഗീയതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മതേതര സഖ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മതേതര സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗ് ഉൾപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ആവേശകരമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും നമുക്കെല്ലാവർക്കും നൽകുന്നതാണ് ഇതുപോലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടുള്ള ചില നേട്ടങ്ങൾ. അത് മതഭേദമന്യേയുള്ള എല്ലാ മനുഷ്യരുടെയും പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഈ ജനകീയമായിട്ടുള്ള അടിത്തറ യാഥാർത്ഥ്യമായിട്ടുള്ളത്. പെരിന്തൽമണ്ണ പ്രദേശം മുസ്ലിം ലീഗ് പാർട്ടി രൂപം കൊണ്ട കാലത്ത് തന്നെ മുസ്ലിം ലീഗ് പാർട്ടിക്കൊപ്പം നിലനിന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 1951 അവസാന മാസത്തിലും 1952 ആദ്യ മാസത്തിലുമാണ്. രാജ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മുടെ ഈ പ്രദേശമെല്ലാം ഉൾപ്പെട്ട തമിഴ്നാട് സംസ്ഥാന നിയമസഭയിലേക്ക് നമ്മൾ പറഞ്ഞുവിട്ടത് പെരിന്തൽമണ്ണയിലെ വലിയങ്ങാടി സ്വദേശിയായിട്ടുള്ള കല്ലിങ്കൽ മുഹമ്മദ് ഷാഫി സാഹിബിനെയാണ്. പെരിന്തൽമണ്ണയുടെ ആദ്യത്തെ MLA. കേരളം പിറക്കുന്നതിന് മുമ്പ് പെരിന്തൽമണ്ണ മദ്രാസ് നിയമസഭയിലേക്ക് ജയിപ്പിച്ചയച്ച ജനനേതാവായിരുന്നു കല്ലിങ്കൽ മുഹമ്മദ് ഷാഫി സാഹിബ്. പിന്നീട് നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടു, നമ്മുടെ ജില്ല രൂപം കൊണ്ടു, നമ്മുടെ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം നടന്നു. അതിനുശേഷം പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം ഉണ്ടാകുന്നത് 1970-ലാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേജ് വിട്ടുപോയ KK ആബിദ് ഹുസൈൻ തങ്ങളുടെ പിതാവായിട്ടുള്ള മർഹൂം സയ്യിദ് KKS തങ്ങളാണ് ഈ മണ്ഡലം മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി നേടിത്തന്നത്. 1977-ലും KKS തങ്ങൾ തന്നെയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് വിജയിച്ചത്. 1980-ലാണ് യുവാവായിരുന്ന നാലകത്ത് സൂഫി സാഹിബ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിട്ട് കേരള സംസ്ഥാന നിയമസഭയിലേക്ക് എത്തുന്നത്. 82-ലും 87-ലും 91-ലും 96-ലും 2001-ലും നാലകത്ത് സൂഫി സാഹിബ് തന്നെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തി. സൂഫി സാഹിബ് ഒരു കാലയളവിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി. ആ കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിലും പെരിന്തൽമണ്ണക്കും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രീ ഡിഗ്രി വേർപെടുത്തി സ്കൂളുകളുടെ ഭാഗമായിട്ട് +1, +2 ക്ലാസുകൾ മാറിയ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും കേരളത്തിലാകെ +2 കോഴ്സുകൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് നാലകത്ത് സൂഫി സാഹിബ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് എന്നതുപോലെ തന്നെ പെരിന്തൽമണ്ണ പട്ടണത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും വികസനത്തിന് വേണ്ടി വലിയ സംഭാവനയാണ് നാലകത്ത് സൂഫി സാഹിബ് MLA ആയിരിക്കെ
നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തുടർന്ന് നമുക്ക് മഞ്ഞളാംകുഴി അലി സാഹിബ്, ഇപ്പോൾ നജീബ് കാന്തപുരം എന്നിവർ നമ്മുടെ നിയമസഭാ സാമാജികരായി നിയമസഭയിലുണ്ട്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ ആസ്ഥാനമാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. ഈ പ്രദേശം പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടതിന് ശേഷം പല സന്ദർഭങ്ങളിലും ചുണ്ടിനും കോപ്പക്കും ഇടയിൽ വെച്ചാണ് മുനിസിപ്പാലിറ്റിയുടെ ഭരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ഭരണം തിരിച്ചെടുക്കുക, നേടിയെടുക്കുക എന്നത് അസാധ്യമല്ല എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് സമീപകാലത്തുണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ മുന്നേറ്റം തീർച്ചയായും മുനിസിപ്പാലിറ്റിയുടെ ഭരണം മുസ്ലിം ലീഗ് ഉൾപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു വന്നു എന്നാണ് സമീപകാല സംഭവങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പട്ടണത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മളത് ഉൾക്കൊള്ളേണ്ടി വരികയാണ്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ഒരു 4-5 മാസക്കാലം ചിട്ടയായി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും വിപുലമായിട്ടുള്ള അധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത, ഭരണഘടനാ ഭേദഗതിക്ക് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് ആദ്യമായി മന്ത്രിസ്ഥാനം ലഭിച്ചത് 1967-ലാണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ സഖാവ് EMS രണ്ടാം തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് 67-ലാണ്. 57-ൽ മുഖ്യമന്ത്രിയായിട്ടുള്ള EMSന് ആ ഭരണം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഭരണഘടനയുടെ പ്രത്യേക വകുപ്പ് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. പിന്നീട് 67-ലും അധികാരത്തിൽ വന്ന EMSന് തെരഞ്ഞെടുക്കപ്പെട്ട കാലാവധി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് ആ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് EMS മന്ത്രിസഭ ഉപേക്ഷിച്ചു പോവുമായിരുന്നു. പക്ഷേ ആ മന്ത്രിസഭയിൽ 2 മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുണ്ടായിരുന്നു. ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത CH മുഹമ്മദ് കോയ സാഹിബും, രണ്ടാമത്തെ വകുപ്പ് മുസ്ലിം ലീഗ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പിനാണെങ്കിൽ അടുത്ത് മുസ്ലിം ലീഗിന്റെ പ്രയോറിറ്റി 2 മന്ത്രിമാരാണ് ലഭിച്ചതെങ്കിൽ ഒന്ന് വിദ്യാഭ്യാസമാണെങ്കിൽ രണ്ടാമത്തേത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ ഭരണമായിരുന്നു. മഹാനായ കുരിക്കൽ ബാപ്പു കുരിക്കൽ പഞ്ചായത്ത് രാജ് വകുപ്പിന്റെ മന്ത്രിയായി, 2 മന്ത്രിമാർ മുസ്ലിം ലീഗ്. വിദ്യാഭ്യാസ രംഗത്ത് CH മുഹമ്മദ് കോയ സാഹിബ് ചെയ്ത സേവനങ്ങളെ ഞാൻ പ്രത്യേകം ഇവിടെ എടുത്തു പറയേണ്ടതില്ല. നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിൽ CH മുഹമ്മദ് കോയ സാഹിബിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് CH വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുമ്പോഴാണ്. അവിഭക്ത പാലക്കാട്, കോഴിക്കോട് ജില്ലകൾക്കിടയിലുള്ള ഒരു പ്രദേശം ഒരു പുതിയ ജില്ലയായിട്ട് അനുവദിച്ചു കിട്ടണമെന്ന മുസ്ലിം ലീഗിന്റെ പോരാട്ടം യാഥാർത്ഥ്യമായത് 1969 ജൂൺ മാസം 16-നായിരുന്നു. അന്നാണ് മലപ്പുറം ജില്ല പിറന്നത്. ഈ ജില്ല നിലവിൽ വന്നതോടുകൂടി ഇവിടുത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ലീഗ് നടത്തിയ എല്ലാ പോരാട്ടങ്ങളുടെയും പിറകിൽ CH മുഹമ്മദ് കോയ സാഹിബിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾ, ആ വിദ്യാലയങ്ങളിലാകെ പഠിപ്പിക്കാൻ, അറബി ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ CH മുഹമ്മദ് കോയ സാഹിബ് നടത്തിയിട്ടുള്ള പരിശ്രമമായിരുന്നു അറബി അധ്യാപകന്മാരുടെയും ഉറുദു അധ്യാപകന്മാരുടെയും സംസ്കൃതം അധ്യാപകന്മാരുടെയും എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനവ്. അറബി ഭാഷ പഠിപ്പിച്ചാൽ, അറബി അധ്യാപകന്മാരുണ്ടായാൽ നമ്മുടെ നാട്ടിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഭീഷണിയാണ് എന്ന് ചില ബുദ്ധിജീവികൾ മനസ്സിലാക്കിയപ്പോഴാണ് അവര് അറബിയെ പടികടത്തുന്നതിനു വേണ്ടി കുപ്രസിദ്ധമായിട്ടുള്ള കരിനിയമങ്ങൾ കൊണ്ടുവന്നത്. 1980-ലെ നായനാർ ഗവൺമെന്റ് അറബി ഉറുദു ഭാഷാ പഠനത്തിനെതിരായിട്ട് കൊണ്ടുവന്ന നിയമങ്ങൾക്കെതിരെയാണ് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് പോരാടിയത്. കാളികാവിലെ അബ്ദുള്ള എന്ന കുഞ്ഞിപ്പ, മലപ്പുറത്ത് മൈലപ്പുറത്തെ അബ്ദുൾ മജീദ്, പുത്തൂർ പള്ളിക്കൽ ദേവതിയാലിലെ അബ്ദുറഹിമാൻ എന്ന 3 ചെറുപ്പക്കാരാണ്
മലപ്പുറത്ത് ഭാഷാ സമരത്തിൽ വെടിയേറ്റു മരിച്ചത്. ഭാഷാ സമരത്തിൽ പങ്കെടുത്ത സമര പോരാളികളുള്ള ഒരു പ്രദേശം കൂടിയാണ് പാതായിക്കര. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങളുടെ അസ്ഥിവാരം പണിതത് CH വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന കാലത്താണെങ്കിൽ പിൽക്കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ET മുഹമ്മദ് ബഷീർ സാഹിബും നാലകത്ത് സൂഫി സാഹിബും PK അബ്ദുൾ റബ്ബും എല്ലാം നമ്മുടെ പ്രദേശത്തേതുൾപ്പെടെ കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ളവരാണ്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസത്തോടൊപ്പം പ്രാധാന്യം നൽകുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ബഹുമാനനായിട്ടുള്ള CT അഹമ്മദ് അലി സാഹിബ് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള CT അഹമ്മദ് അലി സാഹിബാണ് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി 1991 സ്ഥാനമേറ്റത്. അദ്ദേഹത്തിന്റെ കാലത്താണ് അധികാര വികേന്ദ്രീകരണം നടപ്പാക്കി വാർഡ് സഭകളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിന്റെയും തീരുമാനങ്ങളായിട്ട് വരേണ്ടതെന്ന ജനങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് അധികാരം വിട്ടുകൊടുത്തുള്ള അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം കേരളത്തിൽ നടത്തിയത്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു. രാജ്യത്ത് ഏത് വികസന പദ്ധതിയെ കുറിച്ച് ആലോചിച്ചാലും ഏറ്റവും കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരനെയാണ് ഭരണാധികാരികൾ മനസ്സിൽ കാണേണ്ടതെന്ന ഗാന്ധിജിയുടെ ആശയത്തിന്റെ പേരായിരുന്നു ഗ്രാമസ്വരാജ്. ആ ഗ്രാമസ്വരാജിന്റെ നിയമനിർമ്മാണ രീതിയായിരുന്നു ഭരണഘടനയുടെ 73-74 ഭേദഗതി. ഞാനിത് സൂചിപ്പിച്ചത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം ജനങ്ങൾക്ക് അധികാരം വിട്ടുകൊടുക്കുന്ന നിയമനിർമ്മാണത്തിനൊക്കെ നേതൃത്വം നൽകിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ജനങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളും കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരം പിടിച്ചെടുക്കുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ മുസ്ലിം ലീഗ് സജീവമായിട്ട് ഇടപെടുന്നതും രംഗത്ത് വരുന്നതും. അങ്ങനെ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ വകുപ്പുകളിലും കഴിഞ്ഞ 77 കൊല്ലക്കാലമായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് മഹത്തായ മാറ്റങ്ങളാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിം ലീഗിന് 3, 4, 5, 6 പാർലമെന്റ് അംഗങ്ങളാണ് ഒരു കാലയളവിൽ ഉണ്ടാവുക. ആ MP-മാർ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് മുസ്ലിം ഇന്ത്യ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടത്. നമ്മുടെ വിവാഹ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ മാരേജ് ആക്ട് പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് ഒന്നാമത്തെ ഇന്ത്യയുടെ പാർലമെന്റിൽ പോരാടിയത് മുസ്ലിം ലീഗാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി തുടങ്ങിയ മുസ്ലിം പരിരക്ഷയുള്ള സർവകലാശാലകൾ ഇന്ത്യയിലെ തലയെടുപ്പുള്ള സർവകലാശാലകളാണ്. ആ സർവകലാശാലകളുടെ ന്യൂനപക്ഷ സ്വഭാവം എടുത്തു കളയുന്നതിന് വേണ്ടി RSSും BJPയും അധികാരത്തിൽ വന്നപ്പോൾ മാത്രമല്ല അതിനു മുമ്പും പരിശ്രമങ്ങൾ ഉണ്ടായപ്പോൾ പാർലമെന്റിൽ ധീരമായിട്ട് പോരാടിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങളാണ്. ഗുലാം മുഹമ്മദ് ബനാത്തുള്ള സാഹിബിനെയും മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സൈഫി സാഹിബിനെയും അതിനു മുമ്പ് MP-മാരായിട്ടുള്ള മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെയും B. ബോക്കർ സാഹിബിനെയും ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ആ MP-മാരെ തുടർച്ചയായിട്ടാണ് പുതിയ കാലത്ത് മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അധികാരി വർഗത്തിന്റെ മുഖത്തു നോക്കി സമുദായത്തിന്റെ ന്യായം പറഞ്ഞ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും മുസ്ലിം ലീഗ് പോരാടുകയാണ്. ഇങ്ങനെ സംഭവബഹുലമായിട്ടുള്ള മുക്കാൽ നൂറ്റാണ്ടുകാലത്തെ ചരിത്രത്തിന്റെ ശേഷിപ്പ് നെഞ്ചേറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പുതിയ കാലത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു പ്രദേശത്ത് ഒരു ഓഫീസ് യാഥാർത്ഥ്യമാകുന്നു എന്നത് അനൽപമായിട്ടുള്ള സന്തോഷം പ്രദാനം ചെയ്യുന്ന അനുഭവമാണ്. ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സുഹൃതം ചെയ്ത കരങ്ങൾ കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഈ ഓഫീസ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവരുടെയും നിരാലംബരുടെയും ആശാകേന്ദ്രമായി ഒരുപാട് കാലത്തെ വരാനിരിക്കുന്ന നൂറുകണക്കിന് തലമുറകളിലേക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം കൂടി എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർക്കുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.